നമസ്കാരം. 1999 വേനൽക്കാലത്ത് ജമ്മു കാശ്മീരിലെ കാർഗിൽ മലനിരകളിൽ അരങ്ങേറിയ ഐതിഹാസികമായ പോരാട്ടവും ഇന്ത്യൻ സൈന്യം നേടിയ തിളക്കമാർന്ന വിജയവും രാജ്യത്തിൻ്റെ ചരിത്രത്തിലെ സുവർണ അധ്യായങ്ങളിലൊന്നാണ്. പാകിസ്ഥാൻ സൈന്യവും നുഴഞ്ഞുകയറ്റക്കാരും ഇന്ത്യൻ അതിർത്തിയിലെ തന്ത്രപ്രധാനമായ പർവ്വതനിരകളിലെ ഔട്ട്പോസ്റ്റുകൾ രഹസ്യമായി കൈയടക്കിയതോടെയാണ് കാർഗിൽ യുദ്ധത്തിന് തുടക്കമാകുന്നത്. ആഴത്തിലുള്ള മഞ്ഞും കൊടും തണുപ്പും -डिग्री താപനിലയിലും നിറഞ്ഞ അതികഠിനമായ മലനിരകളിൽ ശത്രുക്കൾ ഉയരങ്ങളിൽ നിലയുറപ്പിച്ചിരിക്കുക എന്നത് ഇന്ത്യൻ സൈന്യത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വെല്ലുവിളിയായിരുന്നു. താഴെ നിന്ന് മുകളിലേക്ക് ആക്രമണം നടത്തുക എന്നത് സൈനിക തന്ത്രപ്രകാരം വളരെ ദുഷ്കരമായിരുന്നിട്ടും രാജ്യത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും സംരക്ഷിക്കാൻ ഇന്ത്യൻ ജവാന്മാർ കാട്ടിയ ആത്മധൈര്യവും അസാധാരണമായ വീര്യവും ലോകത്തെ തന്നെ അത്ഭുതപ്പെടുത്തി. ഇൻഫൻട്രി സൈനികരുടെ സമാനതകളില്ലാത്ത ധീരതയോടൊപ്പം ഇന്ത്യൻ വ്യോമസേനയും ഓപ്പറേഷൻ സഫേദ് സാഗർ എന്ന പേരിൽ നടത്തിയ വ്യോമാക്രമണങ്ങളും കാർഗിൽ വിജയത്തിൽ നിർണായകമായ പങ്ക് വഹിച്ചു. MiG-21, MiG-23, MiG-27, മിറാഷ് 2000 തുടങ്ങിയ യുദ്ധവിമാനങ്ങളും ഹെലികോപ്റ്ററുകളും ഉപയോഗിച്ച് ശത്രുക്കളുടെ ഒളിത്താവളങ്ങൾ തകർത്തെറിയാൻ വ്യോമസേനയ്ക്ക് സാധിച്ചു. ടൈഗർ ഹിൽ, തോലോലിംഗ് തുടങ്ങിയ അതിദുർഘടമായ കൊടുമുടികൾ ഓരോന്നായി തിരിച്ചുപിടിക്കാൻ ഇന്ത്യൻ സൈന്യം നടത്തിയ പോരാട്ടങ്ങൾ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ സമാനതകളില്ലാത്തതാണ്. വിക്രം ബത്ര, മനോജ് കുമാർ പാണ്ഡെ തുടങ്ങിയ നിരവധി ധീര ജവാന്മാർ രാജ്യത്തിനായി സ്വന്തം ജീവൻ ബലി കഴിച്ചു. അവരുടെ പരമോന്നത ത്യാഗത്തിൻ്റെ ഫലമായിട്ടാണ് 1999 ജൂലൈ 26 പാക് സൈന്യത്തെ പൂർണ്ണമായി തുരത്തിക്കൊണ്ട് ഇന്ത്യ കാർഗിൽ പൂർണ്ണമായും തിരിച്ചു പിടിക്കുന്നത്. എന്നാൽ കാർഗിൽ യുദ്ധത്തിൻ്റെ അലയൊലികൾ അടങ്ങും മുൻപ് ഇന്ത്യൻ അതിർത്തിയിൽ നടന്ന ഏറ്റവും നിർണായകമായൊരു വ്യോമാക്രമണത്തിൻ്റെ കഥ നമ്മളാരും അധികം അറിഞ്ഞിട്ടുണ്ടാവില്ല. 1999 ഓഗസ്റ്റ് 10 റൺ ഓഫ് കച്ചിന് മുകളിൽ വെച്ച് ഇന്ത്യൻ വ്യോമസേന പാക് നാവികസേനയുടെ ഒരു ചാരവിമാനം വെടിവെച്ചിട്ട ആ ചരിത്ര സംഭവം ആധുനിക ഇന്ത്യ പാക് സൈനിക ചരിത്രത്തിലെ ഏറ്റവും തന്ത്രപ്രധാനമായ നിമിഷങ്ങളിലൊന്നാണ്. കാർഗിൽ യുദ്ധം കഴിഞ്ഞ് കൃത്യം 2 ആഴ്ചയ്ക്ക് ശേഷമാണ് ഈ സംഭവ വികാസങ്ങൾ അരങ്ങേറുന്നത്. പാക് നാവികസേനയുടെ ഫ്രഞ്ച് നിർമ്മിത ഇരട്ട എഞ്ചിൻ അറ്റ്ലാന്റിക് മാരിടൈം പട്രോൾ വിമാനം ഇന്ത്യൻ വ്യോമാതിർത്തി ലംഘിച്ച് മുന്നേറുന്നതായി റഡാർ യൂണിറ്റുകളിൽ കണ്ടെത്തുകയായിരുന്നു. ഗുജറാത്തിലെ നലിയ എയർഫോഴ്സ് സ്റ്റേഷനിൽ നിലയുറപ്പിച്ചിരുന്ന 45 നമ്പർ സ്ക്വാഡ്രണിലെ MiG-21 ബൈസൺ യുദ്ധവിമാനത്തിൻ്റെ പൈലറ്റായ സ്ക്വാഡ്രൺ ലീഡർ SK ബുലേലയാണ് ഈ നുഴഞ്ഞുകയറ്റത്തെ നേരിടാൻ നിയോഗിക്കപ്പെടുന്നത്. ഇന്ത്യൻ വ്യോമാതിർത്തി ലംഘിച്ച് മുന്നേറിയ വിമാനത്തിന് പാത തിരിച്ചുവിടാൻ നിരന്തരം മുന്നറിയിപ്പുകൾ നൽകിയെങ്കിലും പാകിസ്ഥാൻ വിമാനം അത് അവഗണിക്കുകയായിരുന്നു ചെയ്തത്. തുടർന്ന് കർശനമായ സൈനിക ചട്ടങ്ങൾക്ക് വിധേയമായി സ്ക്വാഡ്രൺ ലീഡർ SK ബുലേല വിമാനത്തിന് നേരെ ആകാശത്ത് നിന്നും ആകാശത്തേക്ക് തൊടുക്കാവുന്ന മിസൈൽ പ്രയോഗിക്കുകയും വിമാനം ഇന്ത്യൻ അതിർത്തിക്കുള്ളിൽ തകർന്നു വീഴുകയും ചെയ്തു. ഈ സംഭവത്തിൽ വിമാനത്തിലുണ്ടായിരുന്ന 16 പാക് സൈനികരും കൊല്ലപ്പെട്ടു. കാർഗിൽ സംഘർഷത്തിന് തൊട്ടുമുന്നാലെ ഇന്ത്യ തങ്ങളുടെ അതിർത്തികളിൽ എത്രത്തോളം ജാഗ്രത പുലർത്തിയിരുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവായിരുന്നു ഈ തിരിച്ചടി. രാജ്യത്തിൻ്റെ പടിഞ്ഞാറൻ സമുദ്ര വ്യോമ അതിർത്തികൾ സംരക്ഷിക്കുന്നതിൽ നലിയ പോലെയുള്ള മുൻനിര വ്യോമതാവളങ്ങളുടെ പങ്ക് വളരെ വലുതാണെന്ന് ഈ സംഭവം ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടി. അനധികൃതമായ വ്യോമാതിർത്തി ലംഘനങ്ങളോട് ഒരു തരത്തിലുമുള്ള വിട്ടുവീഴ്ചയില്ലാത്ത ഇന്ത്യൻ സായുധ സേനയുടെ കർശന നിലപാടാണ് ഇതിലൂടെ വ്യക്തമായത്. ഇന്ത്യൻ പൈലറ്റുമാരുടെ ജാഗ്രതയും രാജ്യത്തിൻ്റെ പരമാധികാരം സംരക്ഷിക്കാൻ എപ്പോഴും സജ്ജമായിരിക്കുന്ന സൈനിക കരുത്തിൻ്റെയും ചരിത്രത്തിലെ സുവർണ അധ്യായങ്ങളിൽ ഒന്നായി ഈ സംഭവം ഇന്നും സ്മരിക്കപ്പെടുന്നു. മറുവശത്ത് അന്നത്തെ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായിരുന്ന നവാസ് ഷെരീഫ് കൊല്ലപ്പെട്ട സൈനികരുടെ ചടങ്ങുകളിൽ പങ്കെടുക്കുകയും ഇന്ത്യയുടെ നടപടിയെ ക്രൂരവും കാടത്തം നിറഞ്ഞതുമാണെന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തു. തങ്ങളുടെ വിമാനം യാതൊരുവിധ ആയുധങ്ങളും ഇല്ലാത്തതും പതിവ് പരിശീലന പറക്കലിൽ ഏർപ്പെട്ടിരുന്നതുമാണ് എന്നായിരുന്നു പാകിസ്ഥാൻ ഔദ്യോഗികമായി വാദിച്ചിരുന്നത്. വിമാനം ഒരിക്കലും ഇന്ത്യൻ വ്യോമാതിർത്തി ലംഘിച്ചിട്ടില്ല എന്നും പാകിസ്ഥാൻ വ്യോമാതിർത്തിക്കുള്ളിൽ വെച്ചാണ് അത് വെടിവെച്ചിട്ടപ്പെട്ടതെന്നും പാകിസ്ഥാൻ അധികൃതർ ശക്തമായി വാദിച്ചു. കൂടാതെ തകർന്നു വീണ വിമാനത്തിൻ്റെ അവശിഷ്ടങ്ങൾ പരിശോധിക്കാനും തെളിവുകൾ ശേഖരിക്കാനുമായി എത്തിയ ഇന്ത്യൻ ഹെലികോപ്റ്ററിന് നേരെ പാകിസ്ഥാൻ സൈനികർ മിസൈൽ ആക്രമണം നടത്തിയതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഈ വിഷയത്തിൽ ഇന്ത്യക്കെതിരെ അന്താരാഷ്ട്ര തലത്തിൽ വലിയ രീതിയിലുള്ള നയതന്ത്ര നീക്കങ്ങൾക്കാണ് പാകിസ്ഥാൻ പിന്നീട് തുടക്കമിടുന്നത്. ഇതിൻ്റെ ഭാഗമായി ഇന്ത്യൻ നടപടിക്കെതിരെ ഔദ്യോഗികമായി നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് പാകിസ്ഥാൻ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയെ സമീപിക്കുകയും ചെയ്തു. അടിച്ചേൽപ്പിക്കപ്പെട്ട ഈ ആക്രമണത്തിന് ഇന്ത്യ ഉത്തരവാദിയാണെന്നും
കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് വലിയ തുക നഷ്ടപരിഹാരമായി നൽകണം എന്നുമായിരുന്നു പാകിസ്ഥാൻ ഹേഗിലെ രാജ്യാന്തര കോടതിയിൽ ഉന്നയിച്ച പ്രധാന വാദം. എന്നാൽ ഈ വിഷയത്തിൽ വിചാരണ നടത്താൻ തങ്ങൾക്ക് അധികാരമില്ലെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് 2000 ജൂണിൽ അന്താരാഷ്ട്ര കോടതി പാകിസ്ഥാൻ്റെ ഹർജി തള്ളിക്കളയുകയാണ് ചെയ്തത്. ഏതായാലും കാർഗിൽ യുദ്ധത്തിൻ്റെ മുറിവുകൾ ഉണങ്ങും മുൻപ് പാകിസ്ഥാൻ നാവികസേനയ്ക്കുണ്ടായ ഈ കനത്ത തിരിച്ചടിയും തുടർന്നുണ്ടായ പാക് പ്രതികരണങ്ങളും ഉപഭൂഖണ്ഡത്തിലെ സമാധാന അന്തരീക്ഷത്തെ വീണ്ടും ആശങ്കയുടെ മുൾമുനയിൽ നിർത്തി. ചാരവിമാനം സാഹസികമായി വെടിവെച്ചിട്ട ദൗത്യത്തിലെ അസാധാരണമായ ധീരതയ്ക്കായി സ്ക്വാഡ്രൺ ലീഡർ പ്രശാന്ത് കുമാർ ബുലേല അഥവാ SK ബുലേല രാജ്യത്തിൻ്റെ ഉയർന്ന ബഹുമതി നൽകി ആദരിക്കപ്പെട്ടു. ഈ സംഭവത്തിലെ അദ്ദേഹത്തിൻ്റെ നിർഭയത്വവും കൃത്യസമയത്തെടുത്ത തന്ത്രപ്രധാനമായ തീരുമാനങ്ങളും കണക്കിലെടുത്ത് 2000 ഒക്ടോബർ 8 ഇന്ത്യയുടെ അഭിമാനകരമായ വായുസേനാ മെഡൽ നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചു. ഈ സമുചിതമായ ആദരം സ്ക്വാഡ്രൺ ലീഡർ SK ബുലേലയ്ക്ക് മാത്രമല്ല, രാജ്യത്തിൻ്റെ പരമാധികാരവും സുരക്ഷയും കാത്തുസൂക്ഷിക്കാൻ എപ്പോഴും സജ്ജരായിരിക്കുന്ന മുഴുവൻ ഇന്ത്യൻ പൈലറ്റുമാർക്കും സൈനികർക്കും ലഭിച്ച അംഗീകാരമായി മാറി. അടിയന്തര ഘട്ടങ്ങളിൽ പക്വതയോടെയും അസാധാരണമായ ധീരതയോടെയും പ്രവർത്തിച്ച അദ്ദേഹത്തിൻ്റെ പേര് ഇന്ത്യൻ വ്യോമസേനയുടെ വീരേതിഹാസങ്ങളിൽ എന്നും മുൻനിരയിൽ നിലനിൽക്കും. അറ്റ്ലാന്റിക് ചാരവിമാനം വെടിവെച്ചിട്ട സംഭവത്തിന് ശേഷവും പാകിസ്ഥാൻ പല രൂപത്തിലും ഭാവത്തിലും ഇന്ത്യക്കെതിരെ ചാരവൃത്തിയിലും അതിർത്തി കടന്നുള്ള നുഴഞ്ഞുകയറ്റങ്ങളും തുടർച്ചയായി നടത്തിയിട്ടുണ്ട് എന്നത് ചരിത്രപരമായ യാഥാർത്ഥ്യമാണ്. എന്നാൽ വലിയ പൈലറ്റ് സഹിതമുള്ള യുദ്ധവിമാനങ്ങളോ നിരീക്ഷണ വിമാനങ്ങളോ അതിർത്തിക്ക് അപ്പുറത്തേക്ക് നേരിട്ടയക്കാൻ പിന്നീട് പാകിസ്ഥാൻ മടിച്ചു എന്നതാണ് വസ്തുത. 99 ആ തിരിച്ചടി പാക് സൈനിക നേതൃത്വത്തിന് നൽകിയ സന്ദേശം വളരെ വലുതായിരുന്നു. അതായത് ഇന്ത്യൻ വ്യോമാതിർത്തി ലംഘിച്ചാൽ വിമാനങ്ങളും ജീവനുകളും നഷ്ടപ്പെടുമെന്ന ശക്തമായ മുന്നറിയിപ്പായി അത് മാറുകയായിരുന്നു. എങ്കിലും സാങ്കേതിക വിദ്യയുടെ വളർച്ചയ്ക്കനുസരിച്ച് പാകിസ്ഥാൻ തങ്ങളുടെ ചാരവൃത്തിയുടെയും നുഴഞ്ഞുകയറ്റത്തിൻ്റെയും രീതികൾ പൂർണ്ണമായി മാറ്റിയെഴുതുകയാണ് ചെയ്തത്. പൈലറ്റ് ഇല്ലാത്ത ആളില്ലാ വിമാനങ്ങളുടെയും അത്യാധുനിക റഡാർ നിരീക്ഷണ സംവിധാനങ്ങളുടെയും കാലഘട്ടത്തിലേക്ക് ലോകം മാറിയപ്പോൾ പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ഡ്രോണുകളെയാണ് പ്രധാന ചാരവൃത്തിക്കായുള്ള ആയുധമായി ഉപയോഗിച്ചു തുടങ്ങിയത്. പഞ്ചാബ്, ജമ്മു കശ്മീർ, രാജസ്ഥാൻ, ഗുജറാത്ത് തുടങ്ങിയ അന്താരാഷ്ട്ര അതിർത്തികളിലൂടെയും നിയന്ത്രണ രേഖയിലൂടെയും നിരന്തരം പാക് ഡ്രോണുകൾ ഇന്ത്യൻ പ്രദേശത്തേക്ക് നുഴഞ്ഞു കയറുന്ന സംഭവങ്ങൾ പിന്നീട് ധാരാളമായി ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യയുടെ സുപ്രധാന സൈനിക കേന്ദ്രങ്ങൾ, റഡാർ സ്റ്റേഷനുകൾ, വ്യോമത്താവളങ്ങൾ എന്നിവയുടെ വിവരങ്ങൾ ചോർത്താനും കൂടാതെ ഭീകരവാദികൾക്കായി ആയുധങ്ങളും മയക്കുമരുന്നുകളും അതിർത്തി കടത്തിവിടാനുമാണ് പാകിസ്ഥാൻ പ്രധാനമായും ഇത്തരം ഡ്രോണുകളെ ആശ്രയിച്ചിട്ടുള്ളത്. കാലക്രമേണ ഈ ഭീഷണി കൂടുതൽ സങ്കീർണമായി മാറുകയും സമീപകാലത്ത് ഇരു രാജ്യങ്ങളും തമ്മിലുണ്ടായ വലിയ സൈനിക നീക്കങ്ങളിലും വ്യോമ സംഘർഷങ്ങളിലും പാകിസ്ഥാൻ വലിയ തോതിൽ ഡ്രോണുകളെ ഉപയോഗിച്ച് ഇന്ത്യയെ ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. ചാരവൃത്തിക്ക് പുറമെ തന്ത്രപ്രധാന ലക്ഷ്യങ്ങൾ തകർക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള കാമികസെ ഡ്രോണുകളും സ്വാം ഡ്രോണുകളും അടക്കം നൂറുകണക്കിന് ആളില്ലാ യാനങ്ങളാണ് പാകിസ്ഥാൻ അയക്കാൻ ശ്രമിച്ചത്. എന്നാൽ ഇന്ത്യയുടെ അത്യാധുനികമായ ബഹുതല വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും കരുത്തുറ്റ റഡാർ നിരീക്ഷണങ്ങളും ഈ നീക്കങ്ങളെല്ലാം കൃത്യസമയത്ത് തിരിച്ചറിഞ്ഞ് പരാജയപ്പെടുത്തുകയാണ് ചെയ്തത്. ചുരുക്കത്തിൽ 99 പൈലറ്റുള്ള വിമാനങ്ങൾ വെടിവെച്ചിട്ടതിന് ശേഷം അത്തരത്തിലുള്ള പ്രത്യക്ഷമായ വ്യോമാതിർത്തി ലംഘനങ്ങൾക്ക് പാകിസ്ഥാൻ നേരിട്ട് മുതിർന്നില്ല എങ്കിലും ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഡ്രോണുകളും മറ്റ് നിരീക്ഷണ സംവിധാനങ്ങളും ഉപയോഗിച്ചുള്ള ചാരപ്രവർത്തനങ്ങളും കടന്നുകയറ്റങ്ങളും പാകിസ്ഥാൻ തുടർന്നുകൊണ്ടേയിരിക്കുന്നു എന്നതാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ പടിഞ്ഞാറൻ അതിർത്തികളിൽ ഏതുതരം നുഴഞ്ഞുകയറ്റങ്ങളെയും നേരിടാൻ ഇന്ത്യൻ സായുധ സേനയും വ്യോമസേനയും എപ്പോഴും അതീവ ജാഗ്രതയോടെയും സജ്ജവുമായിട്ടാണ് നിലകൊള്ളുന്നത്. ഈ വാർത്തയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വെബ് ഡെസ്ക് തത്വമി ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണ്ണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.